വീഡിയോ ഒക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിരുന്നു മാത്രം. നമ്മൾ ഷോർട്സ് ഒക്കെ കുറച്ചായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനുവരി 16-ാം തീയതി സ്കൂളിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം തന്നെ ലേറ്റ് ആയിരുന്നു മാത്രം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ദിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഓളുടെ വീട്ടിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓളെ വീടിൻ്റെ അവിടെ എത്താനായപ്പോൾ അവിടെ കടയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ബേക്കറി സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ ഇതിനപ്പത്തിന് നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ രാത്രി ആയപ്പോഴാണ് പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം പോയതൊന്നും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ വെറുതെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇത് ഈ ലിപ്സ്റ്റിക് ഒക്കെ തരാനാ പിന്നെ ലിബാമോളോട്ട് മേടിച്ചത്. നല്ല കുട്ടി എന്നോട് ചോദിച്ചു വാങ്ങിയതാ. ഞാൻ കട്ടാക്കില്ല. ഇതെന്ത് സനക്കിന് ഇട്ട് തരാം. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ ടൈം കളയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക വെറുതെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വെറുതെ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ലിബാമൊക്കെ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വെറുതെ ഇങ്ങനെ ടൈം കളയായിരുന്നു. പിന്നെ നമ്മൾ ഒരു വീഡിയോ എടുക്കാനില്ല ഇതിലേന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണെന്ന്. പക്ഷെ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള്. ഇതുപോലെ ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ വെറുതെ എടുത്ത് നോക്കും. നമ്മൾ ഈ രാത്രി ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കുന്ന കുറേ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമ്മളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധനം എടുക്കണായിട്ട് ആരും ചാനൽ മാറിപ്പോയി എന്നൊന്നും വിചാരിക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പറയേ അപ്പൊ നമ്മൾ നാളെയാണ് ടൂർ പോണത്. യെസ് ഗൈസ്, സോ എക്സൈറ്റഡ് ആൻഡ് എന്തെങ്കിലുമൊക്കെ പറയേ ഗൈസ്. അല്ലേനി അമ്മില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും പറയുന്നു. വെള്ളി ഇതൊന്നും പറയണില്ല. ഇത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആടുന്ന വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അപ്പുറത്തുള്ളൂ. വെറുതെ പറയുള്ളൂ. ഞാൻ ഇടാത്തതിനെ കുറെ മുന്നേ ഞാൻ എന്ത് പറയാൻ പാടില്ലാത്ത പറഞ്ഞല്ലോ അക്കപ്പെടുത്തുള്ളൂ. നമ്മൾ നാളെയാണ് ടൂർ പോണത്. അപ്പൊ നമ്മൾ ഇന്ന് ദിയന്റെ അത് മറ്റേലല്ലേ ഇന്ന് നമ്മൾ ദിയന്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഗൈസ്. ഇപ്പൊ സമയം 11:15 കഴിഞ്ഞിട്ട് 12 മണി ആവാനേക്കാണ്. ബട്ട് നമ്മൾ വെറുതെ രാത്രി നമുക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാണ്. അപ്പൊ നമ്മൾ ടൂർ പോയ കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ അടുത്ത പാർട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി കടന്നുറങ്ങണം. നമ്മൾ റീൽസ് എല്ലാം എടുക്കൽ കഴിഞ്ഞപ്പത്തിന് 11:15 നമ്മൾ ഒന്നും നേരെയിട്ടില്ല. പക്ഷെ നമ്മൾ ഇല്ലതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഗൈസ്. സോ നമുക്ക് നാളത്തെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാം. പറയും എക്സൈറ്റ്മെന്റ് ആണ്. ദിയ സ്റ്റാൻഡേർഡ് ഇട്ടാണ് മുങ്ങട്ടോ. നമുക്ക് നാളെ കാണാം. ബൈ ബൈ. നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇതായി സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഉറക്കം വരാ സെനയിപ്പ ഇരുന്ന് വീഡിയോ എടുക്കണത് ഗൈസ്. പിന്നെ എനിക്ക് 10:30 കഴിഞ്ഞാൽ ഉറക്കം വരും. ഈ കുട്ടിയൊക്കെ എന്താ ഇങ്ങനെ അതായത് 12 മണി കഴിയാതെ ഇതൊക്കെ വെറുതെ പറയുന്നോണ്ടാ പറയാണ്. ഓൾക്ക് 9 മണി എന്നുണ്ടെങ്കിൽ സന ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. 11:30 10:30 12 മണിക്കാണ്. 11 മണിയാവട്ടോ. അപ്പൊ നമ്മൾ നാളെ പോവാണെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ 1 ഡേ ട്രിപ്പിനാണ് പോണത്. എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ വീണ്ടും നീച്ചിട്ടുണ്ടായിരുന്നു 2:30 കായപ്പത്തിന്. പിന്നെ നമ്മൾ 4:15 കായപ്പത്തിന് സ്കൂളിലെത്തി. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ലൈനായിട്ട് പിന്നെ നമ്മൾ 4:30 കായപ്പത്തിന് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തിന് തന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊന്നല്ല. നമ്മൾ പോകുമ്പോഴേ നമ്മൾ ഉറങ്ങണം. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ എണീറ്റാൽ മതി എന്നൊക്കെ ആയിരുന്നു. അവരുടെ ഈ ബർത്ത്ഡേ എന്നും ഒരു യാത്ര കൂടി ഉണ്ടായി എന്നുള്ളത് അവര് ഓർത്തിരിക്കും. അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ
നമ്മൾ പിന്നെ പോരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡായപ്പോൾ നമ്മൾ കുറച്ച് നേരം കിടന്നത്. നമ്മൾ നേരത്തെ കേട്ടത് നമ്മൾ ഗ്യാങ്ങത്തെ എന്താ പറയുക അല്ലഹനൻ്റെയും സനൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. നമ്മൾ 16-ാം തീയതി ട്രിപ്പ് പോയത്. അന്ന് തന്നെയാണ് അവരുടെ ബർത്ത്ഡേയും. അപ്പോൾ അതിൻ്റെ വിഷയൊക്കെയാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വീഡിയോയിൽ ഫുള്ള് പാട്ടും ഡാൻസൊക്കെയാണ്. പക്ഷേ എനിക്കിത് വോയിസ് ഓവർ എടുക്കലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. കാരണം എന്താ പറയുക വല്ലാണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. എനിക്കാണെങ്കിലോ ഇത് പാട്ടൊക്കെ വെച്ച് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ആ പാട്ടില്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല. എനിക്ക് പാട്ടില്ലാണ്ട് അത് ശരിക്കും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റണമെന്നല്ല. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നാൽ പിന്നെ ആകെതാവും. അതിനുശേഷം പിന്നെ നമ്മൾ ഫുൾ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സീറ്റിലിരിക്കലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ഒരു ലോഡ് ഡാൻസിന് ശേഷം പിന്നെ പാട്ട് പാടില്ലായിരുന്നു. ഇതിലോ ആരെ ഫസ്റ്റ് പറഞ്ഞു വിചാരിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ പേര് വിളിച്ചു. പിന്നെ ഞാൻ കുറേ പാടണ്ടേന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് പിന്നെ കുറേ നേരം അത് വേണോ വേണ്ടേ വിചാരിച്ചിട്ട് അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാവരും പാടെ ഇതാക്കിയപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എൻ്റെ കൂടെ അൽഹനയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും പാടെ പാട്ട് പാടി. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ എന്താ പറയുക കമ്പനിക്ക് എൻ്റെ കൂടെ ആരും വരുന്നില്ല ഗൈസ്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറേ ഇതാക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക അൽഹന വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പാട്ടൊക്കെ പാടി. നമ്മുടെ ഫിദലാണ് അടുത്ത പാട്ടായിട്ട് വരുന്നത്. അപ്പൊ മുൻഷിദയുടെ കഴിഞ്ഞിട്ട് വേണം ഫിദലിനുള്ള അവസരം കൊടുക്കാൻ. അതുകൊണ്ട് മുൻഷിദ വേഗം 2 വരി പാടിയാൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തിന് പാട്ട് തന്നെ ഇരുന്നു. പിന്നെ അതിന് ശേഷമായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പാട്ടിനെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാടെ ഒരു ക്ലിപ്പിലെങ്കിലും സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡാൻസ് ഒന്നും നിർത്തുണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോൾ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ സീറ്റിൽ അധികം ഇരിക്കൽ കുറവായിരുന്നു. നമ്മൾ ഫുൾ ഡാൻസ് കളിയായിരുന്നു. പിന്നെ കുറച്ച് അവിടെ എത്തിയപ്പോഴത്തേന് കുറേ ആൾക്കാരൊക്കെ അവിടെ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളും പിന്നെ കുറച്ച് ബോയ്സ് തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മളും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ഡാൻസ് കളിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിയൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തി. അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയിൽ നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പത്തിന് ഇതാ നമ്മൾ മൊട്ടക്കുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ ഇതാ നേരെ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തിന് നമ്മൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്ക നടക്കും നല്ല രസമില്ലേ ചേച്ചി വേണമെങ്കിൽ എടുത്തോ മതിയില്ലേ അതേ വ്യൂ പോയിന്റ് എടുത്തിട്ട് അവിടെ പിന്നെ നല്ല രസമില്ല നല്ല തിരക്കിടാന്ന് വേറെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഇങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ സ്കൂളിന്റെ എന്താ പറയുക ഗ്രൂപ്പ് ഫോട്ടോ എടുക്കായിരുന്നു. നമ്മൾ പോയ എല്ലാവരും പാടെ കൂടിയിട്ട്
രാത്രി ഹലോ ഗായ്സ് അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി. നമ്മൾ ഇന്നലെ രാത്രി നിർത്തിയത്, പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് തുടങ്ങിയത്. നമ്മൾ അവിടുന്ന് വീഡിയോ കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല, ചാർജൊന്നും ഇല്ലായിട്ട്. അപ്പോൾ നമ്മൾ കുത്തിച്ചിപ്പോൾ ചാർജൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഷോർട്സ് ആയിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനി ബാക്കി പറയ സാറില്ല. എന്തായാലും പറയാ ഒരു ഫോട്ടോ എടുക്കുക ഈ സാധനം വെച്ചിട്ട് പോകും. നമ്മള് മാർബന്റെ യൂട്യൂബ് ചാനൽ എന്തേലും പറയൂ. നമ്മളിപ്പോ ഊട്ടിയിലാണ്. ഊട്ടിയിലല്ല, ഊട്ടിയിലാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗൈസ് നമ്മളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പൊ നമ്മളെല്ലാരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറെ സൗണ്ട് ഉണ്ടാക്കലും അതൊക്കെ ആയിട്ട്, പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ സൗണ്ട് ഒക്കെ കുറെ ഒക്കെ പോയിണ്ടായിരുന്നു. കുറച്ചു മുന്നേ നമുക്ക് ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പൊ കുറച്ച് സൗണ്ട് വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ കർണാടക ഗാർഡനിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് എന്താ പറയാ മുട്ടക്കുന്നിന്റെ അവിടെ നിന്ന് കുറെ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറെ നടന്നുകൊണ്ട് തന്നെ നല്ല കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തണുപ്പും ചെറിയ ചൂടൊക്കെ ആയിട്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നല്ല തണുപ്പുണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ എക്സ്പെക്ട് ചെയ്ത അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നു. വിചാരിച്ച് ഭയങ്കര തണുപ്പായിരിക്കുന്നു. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതായത് ഇപ്പോൾ നല്ലോണം ലേറ്റ് ആയതിന് മുന്നേ ജനുവരി ടൈമൊക്കെ ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു ഊട്ടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4 മണി 5 മണി ടൈമിൽ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലായോണ്ടാ തോന്നുന്നുണ്ട് വലിയ തണുപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ദുഃഖം തണുപ്പ് തോന്നിയിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു ടൈം കിട്ടി. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 1 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റി എല്ലാവരും. നമ്മൾ ആക്ച്വലി 1 ഡേ ട്രിപ്പിനാണ് വന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ നമുക്ക് മാറ്റാനുള്ള വല്ല ഗ്യാപ്പും കിട്ടിക്കുകയാണെങ്കിൽ മാറ്റാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നല്ല കാര്യമായിട്ട് തോന്നി. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നമ്മൾ ലാസ്റ്റ് എല്ലാവരും മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സ് ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങനെ എന്താ പറയാ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ലൈനായിട്ട് അങ്ങനെ നമ്മൾ അതിന്റെ അകത്തേക്ക് കയറി. ഇവിടെ നല്ല രസമല്ല, കുറെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സൺലൈറ്റ്സ് ഒക്കെ അല്ലേ ഒരു 3 മണി ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. ഇല്ല അതും കാണാൻ ഈ ഫ്ലവേഴ്സ് ഒക്കെ പോലത്തെ കുറെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ പോയി കാണും. അവിടെ കുറെ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗത്തും കൂടിയും പോയിട്ട് എല്ലാതും കാണിയിരുന്നു. മറ്റുള്ള വരി ഉണ്ടാവും ബൊക്കല്ലേ, അത് പ്ലാസ്റ്റിക് പോലെയാണ്, ആർട്ടിഫിഷ്യൽ അല്ലേ. ഇത് മറ്റേ ഐശ്വര്യ ടീച്ചറേ ഞാൻ യൂട്യൂബിലിട്ടോ. എന്താണ് ഇനി എന്താ കാണാൻ വേണ്ടി പോവാണ്. അവിടെ നല്ല രസമില്ല, കുറെ സംഭവമുണ്ട്. ഗാർഡൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഫോട്ടോ എടുക്കാൻ പറ്റൂല. ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തൊരു വെയിലത്താ ഈ ഫാക്ടറി പോണാൻ. ഇതൊക്കെ വെളിച്ചത്തിന്റെ തൊപ്പിടടി വീഡിയോ ഒന്നും എടുക്കട്ടെ. ഇവിടുന്നുള്ള വ്യൂ പോയിന്റ് കിട്ടുക. വീണ്ടും ബസ് കയറിയിട്ട് ഇതാ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോയിണ്ടായിരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ജസ്റ്റ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പായിരുന്നു. ഈവനിങ് 4 മണി 5 മണിയൊക്കെ ആയാലാണ് ഇവിടെ ഭയങ്കര തണുപ്പ് കൂടുക. ഈ നമ്മൾ എന്താ പറയാ അങ്ങോട്ട് വന്ന സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇതിന്റെ അകത്ത് കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നമ്മൾ അതിന്റെ അകത്ത് കയറി. ഫസ്റ്റ് തന്നെ അവിടെ ടീം മ്യൂസിയം ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ പാർട്ടായിട്ട്. അങ്ങനെ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീയും അങ്ങനത്തെ കുറെ സംഭവങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു. തന്നെ ടീന് പല ഭാഗത്തും പ്രൊനൗൺസ് ചെയ്യുന്ന നെയിമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ
തേയില ഫാക്ടറിയാണ്. അവിടെ ഇതിന്റെ ഫുൾ പ്രോസസ്സും കാണിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇതിന്റെ ഫുൾ എന്താ പറയാ ഓരോ മെത്തേഡ് ഫൈനലി ഗൈസ് ഒരു ഇതൊക്കെ തരും ഒരു ചെറിയ മക്കൊക്കെ. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പിന്നെ കിട്ടുമല്ലോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഷോപ്പിംഗ് ഏരിയ ഒക്കെ പോയത്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഷോപ്പ് ചെയ്യണം അങ്ങനെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റും മറ്റേ ഡ്രസ്സും ജാക്കറ്റും അതുപോലെ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളാണ് അവിടെ അധികം. പിന്നെ ബാക്കി അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, വള മാല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മള് എന്താ പറയാ എത്തിയപ്പത്തിന് ഒരു 7 മണിയൊക്കെ ആയിരുന്നു. അവിടെ നമ്മള് രാത്രി ആയപ്പോഴും നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കണോടത്തേക്ക് പോയപ്പോഴൊക്കെ അവിടെയും ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഇനി നമ്മളെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായി. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാനും എന്താ പറയാ എല്ലാത്തിനും അടിപൊളിയായിട്ട് പറ്റി. അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ ദാറ്റ് ഇറ്റ്സ് ഫോർ ടുഡേ. ബൈ ഗൈസ്.